കടൽക്ഷോഭത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട വലിയതുറ സ്വദേശിയായ ജോയി കഴിഞ്ഞ 5 വർഷമായി താമസിച്ചിരുന്നത് ഒരു ഗോഡൌണിലാണ്. ജോയിയെ പോലെ തന്നെ 332 കുടുംബങ്ങൾ ഇന്ന് താമസിക്കുന്നത് പക്ഷേ പുതിയ ഫ്ളാറ്റിലാണ്. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ നിർമ്മിച്ച പ്രത്യാശ ഫ്ളാറ്റാണ് ഇവർക്കിപ്പോൾ പൊതുജീവൻ നൽകിയിരിക്കുന്നത്. കാലത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വേലികയറ്റമാണായിരുന്നത്. വേലികയറ്റം അപ്പോഴും മണ്ണെടുത്തിട്ട് പോയാലും അതേപോലെ മണ്ണ് കൊണ്ട് കയറ്റുമായിരുന്നു. പിന്നെ അവിടുത്തെ ഈ പുളിമുട്ടും കാര്യങ്ങൾ വന്നതിന് ശേഷം പിന്നെ എടുത്തിട്ട് പോണ മണ്ണ് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഈ കടൽക്ഷോഭങ്ങൾ ഇത്തിരി കൂടിയത്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കൾ, 2 മരുമക്കൾ, അവർക്ക് 2 കൊച്ചു പിള്ളേർ. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ജീവിതമായിരുന്നു. പിന്നെ വീണ്ടും ഇവിടെ താമസിക്കാൻ തീരെ ഒക്കാത്ത രീതിയിലായി കടയത്തിൻ്റെ പുറത്തൂടെ അടിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് വർഷം ഇവിടെ നിന്ന് മാറണം. പിന്നെ വർഷം തീരുമ്പോൾ ശാന്തതയാകുമ്പോൾ വീണ്ടും വന്ന് താമസിക്കും. വീണ്ടും വാടകയ്ക്ക് ഗോഡൗണിൽ എല്ലാം പോയി കിടക്കും. ആദ്യം കിടന്നത് ഇവിടെയാണ്. വെള്ളം കയറിയപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഇതാണ് ഇതേ കണക്കാണ് വരെ 3 ഗോഡൗണിലും ആൾക്കാർ വെച്ച്. നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ അപ്പോഴും കടപ്പുറമാണ്. പെണ്ണുങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് കൂടുതലായിരുന്നു. നമ്മൾ കടപ്പുറത്ത് പോയി നമ്മുടെ ഇതെല്ലാം ആയിരുന്നു. പെണ്ണുങ്ങൾ തന്നെ ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ ബാത്റൂമെല്ലാം വച്ചിരുന്നു അവർ. ഇവിടെ ഒരു 4 വർഷം ഇവിടെ ഗോഡൗണിൽ. പിന്നെ ഒരു വാടക വീട് തന്നതിന് ശേഷം പിന്നെ വാടക വീടിട്ടുള്ള പോയി. ഇപ്പോഴാണ് ഞാൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് ആ ഫീൽ കിട്ടുന്നത്. ദൈവം തന്ന ഒരു സഹായമാണെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിക്കാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. എല്ലാ ദുഃഖവെള്ളിക്ക് ശേഷവും ഒരു ഈസ്റ്റർ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ഇവർ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് പുതിയ വീടുകളിലേക്ക് താമസം മാറി. പ്രത്യാശയുടെ 332 വീടുകൾ. ഇന്ന് അതാണ് അവർക്ക് കുടുംബവും. അനൂപ് മാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.